ഉത്തരം കേട്ടു എങ്ങു നിന്നു എല്ലാം ഇത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. നമുക്ക് നോക്കാം. ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തികുമാരൻ. എന്നെ അതിനകത്ത് ഏറ്റവും ആകർഷിച്ച അതിന്റെ പോക്കറ്റ് സ്വഭാവമുണ്ട്. അതോടൊപ്പം അതിന്റെ വരികളൊന്നും ആലോചിച്ചിട്ടുണ്ട് നമ്മള്. ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തികുമാര, നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കര പന്തലിൽ മഴ ചൊരിയും ചക്രവർത്തികുമാര. ചക്കരയുടെ പന്തല്, അത് തേനിന്റെ മഴ. ആലോചിച്ചു, എന്തൊരവസ്ഥയാണ്. ചക്കരയുടെ പന്തല്, അതിൽ തേനിന്റെ മഴ. അതുപോലെ സംസാരിക്കുന്ന ചക്രവർത്തികുമാരൻ. നാടകത്തിലെ ചക്രവർത്തികുമാരൻ ദരിദ്രനായ തൊഴിലാളിയാണ്. പക്ഷേ കാമുകിക്ക് അദ്ദേഹം ചക്രവർത്തികുമാരാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിന്മനോരാജ്യത്തെ, അദ്ദേഹത്തിന് വലിയ രാജ്യമുണ്ട്, മനോരാജ്യം, രാജകുമാരിയായി വന്നിരിക്കാൻ ഒരു മോഹം. അദ്ദേഹത്തിന്റെ മനോരാജ്യത്തിലെ രാജകുമാരിയായിട്ട്, അതിനേക്കാൾ വലിയ രാജ്യമില്ലല്ലോ, അതിലത്തെ ചക്രവർത്തി അദ്ദേഹം. എന്തൊരു ഭാവനയാണ് അദ്ദേഹത്തിന്റെ. അപ്പോൾ അത് പരാമർശിക്കാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. മറ്റൊരു നാടകഗാനം കൂടി നമുക്ക് പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ നമുക്ക് അത് പാടിയിട്ട് നമ്മൾ വയലാറിനോട് തൊഴാം അല്ലേ? ഇല്ല, നമുക്ക് നീങ്ങില്ല. ഓക്കെ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, പൂമരക്കൊമ്പിൽ, പൂമരക്കൊമ്പിൽ. പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട കവി അദ്ദേഹം. ഇന്നും ഈ നിമിഷവും നമ്മുടെ കൂടെയുണ്ട്. ഇതിന്റെ ഓർമ്മ ദിനമായിരുന്നു ഇന്നലെ അല്ലേ? അദ്ദേഹത്തിന്റെ 10ാം ചരമദിനമായിരുന്നു ഇന്നലെ. മലയാളത്തിലെ പ്രിയപ്പെട്ട കവി. ഏകാന്തതയുടെ അമാവാസിയിൽ എനിക്ക് കിട്ടിയ ഒരു തുള്ളി വെളിച്ചമാണ് എൻ്റെ കവിത എന്ന് പറഞ്ഞത്. സിനിമാ ഗാനങ്ങൾ എഴുതുമ്പോൾ അതൊരു പ്രയുക്ത കവിതയാണ്, അപ്ലൈഡ് പോയട്രിയാണ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട കവി. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ പേര് ഇത്തിരി സ്നേഹത്തിൻ്റെ അക്ഷരങ്ങൾ എന്നാണ്. ചിറകിൽ നിന്നൊരു തൂവലിൻ മുന്നിലിട്ടു പോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടിയതിൻ കായ്മണി നീട്ടി നീതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജതരുബോധി എൻ സ്നിഗ്ധചർമ്മത്തിനൊരു ചിന്തിത നീ എടുത്തുകൊള്ളുക. പറയൂ, ഞാൻ എന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ
ചോദിച്ചു പോയ നീ ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. ഒടുവിലെ പക്ഷിയുമേതോ ശരമേറ്റൻ ഹൃദയനഭസിൽ പിടഞ്ഞു വീണു. ഇടവഴിയോരത്താ കദളിപ്പൂച്ചെടി നിന്നൊരിടവും ഇന്നെന്റെ മറവിയായി. പ്രിയഭൂർജവൃക്ഷവും ഏതോ പുരാണത്തിൻ ചിത തിന്നൊരേട്ടിൽ പിഴുതടിഞ്ഞു. ഇനി എനിക്കേതു പൊൻതൂവൽ മഷി താളും ഇനി ഞാൻ എന്താർക്കായി കുറിച്ചിടേണ്ടു. ഉത്തരം കേട്ടു എങ്ങു നിന്നു എല്ലാം ഇത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. ഉത്തരം കേട്ടു ഞാൻ എങ്ങു നിന്നു എല്ലാം ഇത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. അനൂപേ, എന്തിങ്ങനെ ഉണ്ടായിരിക്കണേ? ഞാനിങ്ങനെ ഇതിലും മനോഹരമായ ഒരു സന്ദേശം ഉണ്ട് ഈ രാഗത്തിലെ ഒരുപാട് പാട്ടുകളുണ്ട്. രവീന്ദ്ര മാഷ് തന്നെ മനോഹരമായ 2 പാട്ടുകൾ പ്രധാനമായിട്ടും ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു പാട്ട്, പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാത്തിയ ചെല്ലക്കുലുസിട്ട പെണ്ണ്. മറ്റൊരു പാട്ടുണ്ട്, നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെയും 7 സ്വരങ്ങൾ ചിറകു നൽകി. അത് മറ്റൊരു ഭാവതലാണ്. ഈ ഇത്തിരി സ്നേഹത്തിന്റെ അക്ഷരങ്ങൾ എന്ന് ചെയ്ത് മുരളിയേട്ടനാണ്, VT മുരളിയേട്ടനാണ് അതിന്റെ ഈണം കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്നാണ് ഞാനൊക്കെ ഇത് കേട്ടത്. അദ്ദേഹം ചൊല്ലുന്നത് മനോഹരമായിട്ട് കവിത എഴുതുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ നമ്മൾ ഇടയിൽ എപ്പോഴും പരാമർശിക്കണ്ടേ? പരാമർശിക്കും. അവസാനം നമ്മൾ പരാമർശിക്കാതിരിക്കില്ല. പക്ഷേ അനൂപിനെ സ്നേഹിച്ചിട്ട് തന്നില്ല. അത്ര സ്നേഹിച്ചു തീരാത്തവരിലെ 4 പേര് ചിന്തിക്കും. എനിക്ക് സ്നേഹിച്ചു തീരാത്തവരെന്നൊരു കവിത ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ട് കാവ്യാലാപനം എന്ന് പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷം സരസമ്മ ടീച്ചർ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പൊ സരസമ്മ ടീച്ചറെ നിർബന്ധിച്ചിട്ട് ഞാൻ ആദ്യമായി ടീച്ചറെ ചാനലിന് വേണ്ടിയിട്ട് ചൊല്ലിക്കൊടുത്ത കവിതയാണ് സ്നേഹിച്ചു തീരാത്തവർ. ഒരിക്കൽ കൂടി പ്രിയേ, ഒരിക്കൽ കൂടി പ്രിയേ, നമുക്കീ നദീ തീരത്തിരിക്കാം. ഒരിക്കൽ കൂടി പ്രിയേ, നമുക്കീ നദീ തീരത്തിരിക്കാം. തെളിനീറ്റിലിണയായി നീന്തുന്നൊരു നീല മത്സ്യങ്ങൾക്കെന്തു ഭംഗിയാണെന്നു നിന്റെ നീൾമിഴിന പോലെ നിനക്കതറിയുമോ? ഈ കവിതയുടെ അവസാനത്തിൽ എന്നെ എപ്പോഴും സ്പർശിക്കുന്നൊരു വരിയുണ്ട്. നിന്നെ ഞാൻ അനശ്വരയാക്കുമിൻ ഗീതങ്ങളിൽ, നിന്നെ ഞാൻ അനശ്വരയാക്കുമിൻ ഗീതങ്ങളിൽ, എന്നെ നീ അനശ്വരനാക്കൂ സ്നേഹത്താലേ. നിന്നെ ഞാൻ അനശ്വരയാക്കുമിൻ ഗീതങ്ങളിൽ, എന്നെ നീ അനശ്വരനാക്കൂ സ്നേഹത്താലേ. ഇപ്പൊ പാടിയ ചൊല്ലിയ കവിതയിലെ ഒരു വാക്കാണ് ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നത്, കടമെടുക്കുന്നത്. ഒറ്റ കാര്യം പറയട്ടെ. സരസമ്മ ടീച്ചർ
ടീച്ചറെ, ഇത് ഞാൻ ഈ അക്ഷശ്ലോകം ചൊല്ലുന്ന പോലെയല്ല, ഞാൻ കുറച്ച് കവിതയിൽ അറിയാണ്ട് സംഗീതം വന്നു പോവും. അപ്പോൾ ഇതൊരു ഗൗരി മനോഹരി എന്ന് പറഞ്ഞ രാഗാണെന്ന് ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞൊരു വാക്ക്, എനിക്ക് ആ കൂടി ഒറ്റ രാഗേ അറിയുള്ളൂ, അത് അനുരാഗമാണ് എന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയത് സരസമ്മ ടീച്ചറാണ്. ടീച്ചർക്ക് എല്ലാവിധ സ്നേഹവും നന്ദിയും. ടീച്ചർ നമ്മുടെ കൂടെ നീ വേദിയിലില്ല, പക്ഷേ ടീച്ചർ നമ്മൾ വളരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഒരു വാക്ക് ഞാൻ ഇങ്ങോട്ട് കടമെടുത്തു. അതിൽ ഞങ്ങൾ വടക്കര് ആ വാക്കിനെ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പൈനൂർക്കാരനാണ് ഞാൻ. ഭംഗി എന്നാണ്, ഭംഗി എന്നല്ല. അങ്ങനെ പറയും. കാരണം ONVയും ഭംഗി പറഞ്ഞിട്ടുണ്ട്, സുഗതകുമാരി ടീച്ചറും ഭംഗി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാവ്യാലാപനത്തിലെ എൻ്റെ വള്ളുവനാടൻ സുഹൃത്തുക്കൾ എന്നെ ആക്രമിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഭംഗി എന്നേ പറയൂ. മഴയ്ക്കെന്തൊരു ഭംഗി പറഞ്ഞു പതുക്കെ നീ, മഴത്തുള്ളികൾ വേനൽ ചൂടാർന്ന മണ്ണിൽ വീഴെ, അതിൻ്റെ കുളിർമ ആ മണ്ണിനെക്കാളും നിന്റെ മനസ്സിൽ പടർന്നിട്ടോ, മഴയിലലിഞ്ഞിട്ടോ, അടക്കാനാവാതേതോ കൗതുകം തുളുമ്പുമ്പോൾ പതുക്കെ പറഞ്ഞു നീ, മഴയ്ക്കെന്തൊരു. ONVയുടെ പഴത്തുള്ളികൾ എന്ന കവിതയാണ്. പക്ഷേ കവി ഏറ്റവും ഒടുവിൽ അവസാനിപ്പിക്കുന്നതിലാണ് എൻ്റെ ഹൃദയം ഉടക്കിയത്. ഇപ്പോഴീ നിന്നെ കാണെ, വളരെ കൗതുകത്തോടെ കുട്ടികളെ പോലെ മഴ നോക്കി പലതും പറയുന്ന തൻ്റെ പ്രിയപ്പെട്ടവളെ കാണെ. ഇപ്പോഴീ നിന്നെ കാണെ പതുക്കെ പറഞ്ഞു ഞാൻ, ഇപ്പോഴീ നിന്നെ കാണെ പതുക്കെ പറഞ്ഞു ഞാൻ, നിനക്കെന്തൊരു ഭംഗി, നിനക്കെന്തൊരു ഭംഗി. ഇത് പാടി നിർത്തുമ്പോൾ ഒരു കവിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറിപ്പോല്ലേ ഭാവർമ്മയിലേക്ക്. ഒരു ചെമ്പനീർ പൂവേറുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീണ്ടില്ല, എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി പറയൂ നീ പറയൂ. എന്ത് മനോഹരമായ വരികളല്ലേ. ചെമ്പനീർ പൂവ് ഞാൻ നിനക്ക് നീട്ടിയിട്ടില്ല, എങ്കിലും എങ്ങനെയാണ് എൻ്റെ മനസ്സിൽ നിനക്കായിട്ട് ഒരു ചെമ്പനീർ പൂവ് വിടരുന്നുണ്ട് എന്നുള്ളത് ഒരു എഗെയിൻ ഒരു ദാമ്പത്യത്തിലെ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇതിലും മനോഹരമായിട്ട് പറയാനില്ല അല്ലെ. അകമേ നിറഞ്ഞ സ്നേഹമാ മാധുര്യം ഒരു വാക്കിനാൽ തൊട്ടു ഞാൻ നൽകിയില്ല, രാവിലെ മധ്യമാവധി എന്ന രാഗം നമ്മളിങ്ങനെ കൊണ്ടുപോകും. നമ്മുടെ കാവ്യാലാപനം ഗ്രൂപ്പിന് ഈ മധ്യമാവധി രാഗത്തിൽ ഒരു ദേശീയ ഗാനമുണ്ട്. പ്രാർത്ഥനാ ഗാനം വേറെയാണ്, ദേശീയ ഗാനമുണ്ട്. സ്കൂൾ ബാർ. വിദ്യ നൽകിയിട്ടു ലാഭമില്ലായ്കയാൽ മദ്യശാലയ്ക്കു വിറ്റുപാലയം. പാടൂല ചേതസ്മോഷൻ, എനിക്ക് നമുക്ക് വേറെ ഒരുപാട് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ പിന്നെ ദേശീയ ഗാനമാണ്. സ്കൂൾ ബാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ കാവ്യാലാപനം ഗ്രൂപ്പിന്റെ ബോംബെയിൽ പോയ വളരെ പ്രിയപ്പെട്ട സുമയെ
ബാബുക്ക, ഈ നിമിഷത്തിൽ സ്കൂളിൽ പോകുന്നവരും ബാറിൽ പോകുന്നവരും ഒരു മിനിറ്റ്. വളരെ പ്രിയപ്പെട്ട കാവ്യാലാപനത്തിലെ പ്രിയപ്പെട്ട സുമയെ ഓർക്കുകയാണ്. സുമയാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു വലിയ സംഘത്തെ ബോംബെയിലേക്ക് കൊണ്ടുപോയത്. സുമ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. അതിൻ്റെ വേദനയുണ്ട്. അന്ന് രൂപീകരിച്ചതാണ് ഈ സ്കൂൾ ബാർ എന്ന ഗ്രൂപ്പ്. അവിടെ ചൊല്ലിയതാണ് സ്കൂൾ ബാർ എന്ന കവിത. മധ്യമാവധിയാണ്. മധ്യമാവധി കർണാടക സംഗീതത്തിൽ സാധാരണ ഇതിൽ പാടിയിട്ട് മംഗളം പാടുമ്പോഴേക്കും മധ്യമാവധിയിലാണ് പാടി അവസാനിപ്പിക്കുക സാധാരണ രീതിയിൽ. അതുകൊണ്ടാണ് സ്കൂൾ അടക്കുന്നതുകൊണ്ട് സ്കൂൾ ബാറായി മാറിയ ഒരു കവിത ആയതുകൊണ്ടാണ് അത് മധ്യമാവധിയിൽ തന്നെ ഞാൻ ചെയ്തത്. അത് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടായി മാറി. അല്ല, അത് നമ്മുടെ ഇവൻ എന്നെ വെടിവെച്ചു കൊല്ലും. വെടി ഒഴിവാക്കാം, ഒരു കത്തിക്കുത്തിൽ ഒതുക്കാം. അതാണ് പ്രശ്നം. ഞാൻ ആ കവിത ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അത് മുഴുമിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അതാ പ്രശ്നം. അത് ജസ്റ്റ് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്ത് പോകാന്ന് പറയും. എങ്കിലും അല്ല, ചിലത് മാത്രം ഒന്ന് ഓടിപ്പോ ഞാൻ. അടിയിലങ്ങനെ ചൂരൽ മറച്ചു വെച്ച് അറിയുകില്ലെന്ന് ചൊല്ലിരടസ്കുകൾ ജലമുറങ്ങി തണുപ്പാർന്ന മൺകലം ഇലയെറിഞ്ഞിട്ട ഭാഗ്യവും ദസ്തറും. എവിടെ ഞാൻ മുയൽ ചിത്രം വരച്ചിട്ട കറുകറുപ്പ് നിറച്ചോക്ക് പുസ്തകം. ലവിടെയാണ് എഴുത്തച്ഛന്റെ താവളം. അവിടെയല്ലോ പുരാതന ഭൂപടം. അവിടെ ഹൈഡ്രജൻ ടെസ്റ്റ് ട്യൂബ്. ബീക്കറിൽ തിളതിളയ്ക്കുന്ന വിജ്ഞാനലായനി. അതിനുമപ്പുറം ന്യൂട്ടൺ, എഡിസൺ, അടിമവംശം, അലാവുദ്ദീൻ ഖിൽജി. കവിത പോലെ സരോജിനി ടീച്ചർ. പ്രണയമാദ്യമീത മെറ്റിൽഡ കടലിലെ പെൻസിൽ കാണിച്ചു തന്ന് പുതിയ വിസ്മയം നെയ്ത നസീമ. മൃതിമൃഗപ്പല്ലിൽ അസ്തമിക്കും വരെ സ്മൃതിയിൽ നിന്നും തുരത്തുന്നതെങ്ങനെ. നീണ്ടുകിടക്കുന്ന കവിത. ഏറ്റവും ഒടുവിൽ പാടൂല, എന്നെ ഒന്നായിട്ട് കൊല്ലും. ഏറ്റവും ഒടുവിൽ ഇത് കുചേലന്റെ കുട്ടികൾക്കാശ്രയം, തണൽ മരം, സ്നേഹ സാന്നിധ്യം, ഉത്സവം. ഇത് കുചേലന്റെ കുട്ടികൾക്കാശ്രയം, തണൽ മരം, സ്നേഹ സാന്നിധ്യം, ഉത്സവം. ഇത് പൊതിച്ചോറ് വാസനിക്കുന്നിടം, പ്രഥമ സൗഹൃദം പൂത്ത നദീതടം. മതി നിറുത്തുക, ഒരു തുള്ളി പോലും പറയരുത്. മതി നിറുത്തുക, ഒരു തുള്ളി പോലും പറയരുത്. പരിക്കേറ്റ കുട്ടി ഞാൻ, പരിക്കേറ്റ കുട്ടി ഞാൻ. നീർമണി തൊളുമ്പി നീ എന്നരികിൽ നിന്നു. കണ്ണുനീർ തുടയ്ക്കാതെ, ഒന്നും പറയാതെ, ഞാനും ഒരന്യനെ പോ. ഇതും മധ്യമാവധിയാണ്. ഇത് പാടാനൊന്നും ഉദ്ദേശിച്ചല്ലോ. MBS ഇങ്ങനെയൊന്നും പറഞ്ഞപ്പോൾ ശരിയാവില്ല. ONVയുടെ മനോഹരമായിട്ടുള്ള ഒരു കവിത, അത് ചൊല്ലാൻ മടിയൊക്കെ അനുഭവം പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ചൊല്ലി അത് പാടിയേ പറ്റും. അത് മറ്റൊന്നുമല്ല, മനോഹരമായിട്ടുള്ള. ഒന്നാമത് ഇതിന്റെ രാഗം അങ്ങനെയാണ്, യമണാണ്. അതിന്റെ മൂഡ് വേറൊരു മൂഡാണ്. നമ്മുടെ കല്യാണി അങ്ങനെ കൃത്യമായിട്ട് കല്യാണിയല്ല, അതിന്റെ ഒരു രാഗഛായ. അതുപോലത്തെ സുന്ദരമായൊരു കവിതയുണ്ടോ എന്ന്. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ഹൃദിനീട്ടി. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ഹൃദിനീട്ടി. ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൽ
പാടി വിളിക്കുന്നു, ആരോ മധുരമായി പാടി വിളിക്കുന്നു. ദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ONV എഴുതി കൊടുത്ത വരികൾക്ക് MBS സംഗീതം കൊണ്ട് ഒരു അടിവര മാത്രമിട്ട പാട്ടാണ്. ഈ പാട്ടുകളൊക്കെ തന്നെ കവിതയാണ് ആദ്യം ഉണ്ടായത്, പിന്നീടാണ് അതിനനുസരിച്ചാണ് സംഗീതം ഉണ്ടായത് എന്നുള്ളത് അക്കാലത്തെ എല്ലാ ലെജൻസിനെയും നമുക്ക് ഒന്നുകൂടി. അതുകൊണ്ടാണ് പിന്നെ വയലാറിന്റെ രചനയെക്കുറിച്ച് ദേവരാജ മാഷുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകമുണ്ട്. വയലാറിന്റെ കവിതയിൽ തന്നെ സംഗീതമുണ്ട്, ഞാനത് ഒന്ന് കണ്ടെത്തി മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. വയലാറിന്റെ രചനയിൽ തന്നെ സംഗീതമുണ്ട്, ONVയുടെയും. അപ്പോൾ സുന്ദരമായ ഒരുപാട് പാട്ടുകൾ ഇനിയും പറയാനുണ്ട്, പക്ഷേ പാടില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഇന്ന് ഈ രാത്രിയിൽ ഈ കാറൽ മണ്ണയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സംഘത്തിന്റെ പ്രിയപ്പെട്ട ഒരാളെ ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട ശിവശങ്കര മാഷ്, അനൂപിന്റെ അച്ഛൻ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. മാഷ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടുണ്ടായിരുന്നു, അത് അനൂപെന്ന് പാടണം. ഒരു നാടകമാണ്, പഴയ നാടകം. ONVയും ദേവരാജ്. അതുകൊണ്ടാണ് ONVയെ ഓർത്തു, ശിവശങ്കര മാഷെ ഓർത്തു, ദേവരാജ മാഷെ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഓർത്തു. ആ പാട്ട് നമുക്ക് കുറച്ച് വരികൾ പാടാം. നമ്മുടെ പ്രിയപ്പെട്ട ശിവശങ്കര മാഷ് കേട്ടു. ഈ പാട്ട് പാടാതെ പോകരുതെന്ന്. കാരണം പലപ്പോഴും വിളിക്കുമ്പോഴൊക്കെ അനൂപ് പറയാറുണ്ട്, അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട ONVയുടെ രചനകളിൽ ഒരു നാടകഗാനം ഇതാണ്. അത് ഓർത്തെടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. മുഴുവൻ പാടില്ല.